നമ്മുടെ ജീവിതം അത് ശരിക്കും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കിടിലൻ ആശയത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ലൈഫ് ഡിസൈൻ. നമുക്ക് ഈ ഒരു ഉദ്ധരണി വെച്ച് തുടങ്ങിയാലോ? ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില ധാരണകളൊക്കെ ഒന്ന് മാറും. അതായത്, ജീവിതത്തിൽ ഒരൊറ്റ ശരിയായ വഴിയേ ഉള്ളൂ, അത് നമ്മൾ കണ്ടെത്തണം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അതിനെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. അപ്പോ ഈ ശരിക്കു വേണ്ടിയുള്ള തിരച്ചിൽ, ഇത് നമ്മളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കാറില്ലേ? നിങ്ങൾ ഏത് പ്രായത്തിലായിക്കോട്ടെ, ഒരു 20 വയസ്സുകാരനായാലും കരിയറിന്റെ നടുക്ക് നിൽക്കുന്ന ആളായാലും അല്ലെങ്കിൽ റിട്ടയർമെന്റിനെപ്പറ്റി ചിന്തിക്കുന്നയാളായാലും, എന്റെ ജീവിതം ശരിയായ ട്രാക്കിലാണോ എന്നൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവാറില്ലേ? സത്യം പറഞ്ഞാല് ഇത് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്യുന്ന ആളായിരിക്കാം, അതുമല്ലെങ്കിൽ മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയ ഒരു രക്ഷകർത്താവായിരിക്കാം. ആരുമാകട്ടെ, ഇനി എന്ത് എന്നൊരു ചോദ്യം മനസ്സിൽ വരാത്തവർ കുറവായിരിക്കും. അപ്പോൾ പ്രശ്നം എവിടെയാണെന്നറിയാമോ? നമ്മൾ ഒരു തെറ്റായ പ്രശ്നം പരിഹരിക്കാനാണ് ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് നമ്മളെ ഇങ്ങനെ കുടുക്കിയിടുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഒരു പുതിയ ചിന്താരീതിയിലേക്ക് മാറുന്നത്. ജീവിതം കണ്ടെത്താനുള്ള ഒന്നല്ല, പകരം നമ്മൾ തന്നെ രൂപകൽപ്പന ചെയ്യേണ്ട ഒന്നാണ് എന്ന ആശയത്തിലേക്ക്. ഇതൊരു വലിയ മാറ്റമാണ് കേട്ടോ. ഈ ലൈഫ് ഡിസൈനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മനോഭാവത്തിലെ മാറ്റമാണ്. സ്ക്രീനിലേക്ക് നോക്കൂ. നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ജീവിതത്തിന്റെ അർത്ഥമെന്ന്, അല്ലേ? പക്ഷെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ ഭയങ്കര പാടാണ്. അതിനു പകരം പുതിയ ചോദ്യം എന്താണെന്ന് നോക്കൂ. എന്റെ ജീവിതത്തിൽ എങ്ങനെ കൂടുതൽ അർത്ഥം ഡിസൈൻ ചെയ്യാം? കണ്ടോ, ഇത് കുറച്ചുകൂടി പ്രായോഗികമാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നൊരു കാര്യമാണ്. അതിലെ ഏറ്റവും രസകരമായൊരാശയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒന്നല്ല, ഒരുപാട് പേരുണ്ട് എന്നതാണ്. അതായത്, ഒരു ജീവിതകാലം കൊണ്ട് ജീവിച്ചു തീർക്കാൻ പറ്റുന്നതിലും എത്രയോ അധികം സാധ്യതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ഒരു പഠനത്തിൽ ആളുകളോട് ചോദിച്ചപ്പോൾ അവർക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ള എത്ര തരം ജീവിതങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം എന്താണെന്നറിയാമോ? 8. അതെ, 8 വ്യത്യസ്ത ജീവിതങ്ങൾ. അപ്പോ ഇത്രയും സാധ്യതകളുള്ളത് ഒരു പ്രശ്നമായിട്ട് കാണണ്ട. അയ്യോ, എനിക്കിത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിരാശപ്പെടണ്ട. പകരം ഇതൊരു വലിയ അവസരമായിട്ട് കാണണം, പലതും പരീക്ഷിച്ചു നോക്കാനുള്ള ഒരു ക്ഷണമായിട്ട്. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചത് എന്തുകൊണ്ട് ലൈഫ് ഡിസൈൻ എന്നതിനെ പറ്റിയാണ്. ഇനി നമുക്ക് എങ്ങനെ എന്നതിലേക്ക് കടക്കാം. അതിനായിട്ടുള്ള ആദ്യത്തെ ഒരു പ്രാക്ടിക്കൽ ടൂളാണ് ഈ ഒഡീസി പ്ലാനുകൾ. നല്ല ആശയങ്ങൾ കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ആശയങ്ങൾ വേണം. അതാണ് ഇതിന്റെ പിന്നിലെ ലോജിക്. ഒരൊറ്റ പ്ലാനിൽ മാത്രം തൂങ്ങിക്കിടക്കാതെ നമുക്കൊരു 3-5 വർഷത്തെ പ്ലാനുകൾ ഉണ്ടാക്കി നോക്കാം. റെഡിയല്ലേ? ശരി, അപ്പോൾ ഇതാണ് ആ 3 പ്ലാനുകൾ. ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്നാമത്തേത് നിങ്ങളുടെ ഇപ്പോഴത്തെ വഴി. അതായത്, നിങ്ങൾ കാര്യമായിട്ടൊന്നും മാറ്റിയില്ലെങ്കിൽ അടുത്ത 5 വർഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? സിമ്പിൾ. ഇനി രണ്ടാമത്തേത് മറ്റൊന്ന്. അതായത്, ഈ ഒന്നാമത്തെ വഴി നാളെ പെട്ടെന്ന് അടഞ്ഞുപോയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരുദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ഈ ജോലി പോയി എന്ന് വെക്കുക. അപ്പം നിങ്ങൾ എന്തു ചെയ്യും? അതാണ് പ്ലാൻ 2. ഇനി മൂന്നാമത്തേത്, ഇതാണ് ഏറ്റവും രസകരം, വൈൽഡ് കാർഡ് പ്ലാൻ. പണത്തെക്കുറിച്ചോ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ചോ യാതൊരു പേടിയുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളുടെ ഏറ്റവും വലിയ, ഏറ്റവും സാഹസികമായ സ്വപ്നം. ഈ 3 എണ്ണവും ഒന്ന് എഴുതി നോക്കുന്നത് തന്നെ നമുക്ക് പുതിയൊരു കാഴ്ചപ്പാട് തരും. ഇവിടെ ഒരു കാര്യം ഓർക്കണം. ഈ വൈൽഡ് കാർഡ് പ്ലാൻ എന്ന് പറയുന്നത് പ്രായോഗികമാകണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അതിന്റെ ഉദ്ദേശം അതല്ല. അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെപ്പോഴും അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരാളില്ലേ, ആ വിമർശകനെ ഒന്ന് സൈലന്റ് ആക്കിയിട്ട് മനസ്സ് തുറന്ന് സ്വപ്നം കാണാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അനുവദിക്കുക എന്നതാണ്. അപ്പോ നമ്മുടെ കയ്യിലിപ്പോ കുറെ ഐഡിയകളുണ്ട്, അല്ലേ? ഇനി എന്ത് ചെയ്യും? ഇവിടെയാണ് രണ്ടാമത്തെ ടൂൾ വരുന്നത്, പ്രോട്ടോടൈപ്പിംഗ്. അതായത്, വലിയ റിസ്ക്കൊന്നുമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വഴികൾ പര്യവേക്ഷണം ചെയ്യുക. അപ്പൊ എന്താണ് ഈ പ്രോട്ടോടൈപ്പ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ, റിസ്ക് കുറഞ്ഞ ഒരു പരീക്ഷണമാണ് പ്രോട്ടോടൈപ്പ്.
കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നിങ്ങൾക്കൊരു നോവലിസ്റ്റ് ആകണമെന്നുണ്ടെന്ന് കരുതുക. ഉടനെ പോയി ഒരു MFA കോഴ്സിന് ചേരുന്നതിന് പകരം ഒരു നോവലിസ്റ്റിനോട് അവരുടെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നത് എന്ന് സംസാരിച്ചു നോക്കൂ. അതൊരു പ്രോട്ടോടൈപ്പാണ്. അല്ലെങ്കിൽ സർക്കസിൽ ചേരാൻ ഭയങ്കര ആഗ്രഹമുണ്ടോ എങ്കിൽ ഒരു കുട്ടികളുടെ ആശുപത്രിയിൽ കോമാളികളോടൊപ്പം കുറച്ചുനേരം സന്നദ്ധ പ്രവർത്തനം നടത്തി നോക്കൂ. വേറൊരു സ്ഥലത്തേക്ക് താമസം മാറാൻ പ്ലാനുണ്ടോ? അതിനു മുൻപ് അവിടെ താമസിക്കുന്ന കുറച്ചുപേരുമായി ഒന്ന് സംസാരിച്ചു നോക്കൂ. കണ്ടോ, ചെറിയ സ്റ്റെപ്പുകൾ. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാം മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ടാകും, പക്ഷെ ഞാനിതിൽ പരാജയപ്പെട്ടാലോ, അല്ലേ? ഇത് വളരെ സ്വാഭാവികമായ ഒരു പേടിയാണ്. നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഒരു പ്രോട്ടോടൈപ്പിന്റെ ലക്ഷ്യം വിജയിക്കുക എന്നതല്ല, പഠിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പരാജയം എന്നൊന്ന് ഇവിടെയില്ല. ഇതിനെ ഫെയിലിയർ ഇമ്മ്യൂണിറ്റി എന്നാണ് അവർ വിളിക്കുന്നത്. അതായത് പരാജയത്തിൽ നിന്നുള്ള ഒരുതരം സംരക്ഷണം. കാരണം നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു പരാജയമല്ല. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഒരിക്കലും വൈകിയിട്ടില്ല എന്നതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി എപ്പോഴും തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ലൈഫ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരൊറ്റ ശരിയുത്തരം കണ്ടെത്താനുള്ള ഓട്ടമല്ല, മറിച്ച് ഓരോ ചെറിയ ചുവടുകൾ വെച്ച് പരീക്ഷണങ്ങൾ നടത്തി അതിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് നമ്മുടെ വഴി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ മുഴുവൻ പ്രോസസ്സിനെയും നമുക്ക് 4 ലളിതമായ കാര്യങ്ങളായിട്ട് ഓർക്കാം. 1. ജിജ്ഞാസയോടെ ഇരിക്കുക. ചുറ്റുമുള്ള സാധ്യതകളെ ശ്രദ്ധിക്കുക. 2. ആളുകളോട് സംസാരിക്കുക. വിവരങ്ങൾ ശേഖരിക്കുക. 3. കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക. 4. നിങ്ങളുടെ കഥ പറയുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്കും കൂടുതൽ വ്യക്തത കിട്ടും. അവസാനം ഇതെല്ലാം വന്നു നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് തന്നെ അനുവാദം കൊടുക്കുക. മറ്റൊരാൾക്കു വേണ്ടിയോ സമൂഹത്തിനു വേണ്ടിയോ അല്ല, നിങ്ങൾക്കു വേണ്ടി. അപ്പോ പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വൈൽഡ് കാർഡ് പ്ലാൻ എന്താണ്? പണമോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ ഒരു തടസ്സമല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഒന്ന് ആലോചിച്ചു നോക്കൂ.